ഫൈബ്രോയിഡ് സ്ഥിരീകരിക്കാൻ അൾട്രാസൗണ്ട് മതിയോ അല്ലെങ്കിൽ MRI സ്കാനിങ് ആണോ വേണ്ടത്? ഫൈബ്രോയിഡ് സ്ഥിരീകരിക്കാൻ സാധാരണഗതിയായി ഏറ്റവും സാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ടെസ്റ്റാണ്. അൾട്രാസൗണ്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം അത് വൈഡ്ലി അവൈലബിൾ ആണ്. നമുക്കിന്ന് എവിടെയും നമ്മുടെ ഏത് ചെറിയ ടൗൺ ആണെങ്കിലും ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് സംവിധാനം ഇല്ലാത്തൊരു സ്ഥലം കേരളത്തിലില്ല. അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. 1000-1500 രൂപയിൽ താഴെയാണ് പലപ്പോഴും ഒരു അൾട്രാസൗണ്ട് സ്കാനിന് കോസ്റ്റ് വരുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ നമ്മൾ ആദ്യം കാണുകയാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ആദ്യം പറയുന്ന ടെസ്റ്റ് ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റ് ആയിരിക്കും. ഈ അൾട്രാസൗണ്ടിലൂടെ തന്നെ ഏകദേശം 90% കൃത്യതയോടുകൂടി നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷേ അവിടെ ചിലപ്പോൾ കഴിയുന്നില്ല. ചിലപ്പോൾ നമുക്ക് ചില പ്രത്യേക കേസുകളിൽ നമുക്ക് ഇതിൻ്റെ രോഗസ്ഥിരീകരണത്തിന് വേണ്ടി ഹയർ ടെസ്റ്റുകൾ, അതായത് MRI സ്കാനോ CT സ്കാനോ ഒക്കെ ആവശ്യം വരുന്നുണ്ട്. അത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് വലിയ ഫൈബ്രോയിഡ് ഉണ്ടാവുക. ആ ഫൈബ്രോയിഡിൻ്റെ നമുക്ക് വേറെ ഒരു ഡയഗ്നോസുമായിട്ട് കൺഫ്യൂഷൻ വരിക. അതായത് ഓവറിയുടെ ആണോ യൂട്രസിൻ്റെ ആണോ മുഴ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥ വരിക. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു MRI സ്കാനും വളരെയധികം ഉപകരിക്കും. അതുപോലെ തന്നെ ചില പ്രത്യേകതരം ഫൈബ്രോയിഡുകളിൽ അകത്ത് രക്തസ്രാവം കൂടുതലുണ്ടോ അല്ലെങ്കിൽ രക്ത ഓട്ടം കൂടുതലുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ചിലപ്പോൾ അത് അൾട്രാസൗണ്ട് എക്സാമിനേഷനിലൂടെ മാത്രം അത് നടന്നില്ല എന്ന് വരും. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് MRI ചെയ്യേണ്ടി വരും. മൂന്നാമത്തേതായിട്ട് നമുക്ക് വളരെയധികം ഉപകരിക്കുന്ന MRIയുടെ ആവശ്യം, ഒരു ഫൈബ്രോയിഡ് ആണ്, വലിപ്പമുള്ളൊരു മുഴയാണ്, ഇതിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ അതിൽ MRI സ്കാൻ വളരെയധികം ഉപകാരപ്പെടും.